ഹൈദരാബാദ് യാത്രയുടെ രണ്ടാം ദിനമാണെന്ന്. രാവിലെ തന്നെ നല്ല ചാറ്റൽ മഴ. ഹൈടെക് സിറ്റിയിലൂടെയാണ് യാത്ര. പുറമെയുള്ള കാഴ്ചകൾ ചാറ്റൽ മഴ കാരണം അവ്യക്തമായിട്ട് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഹൈദരാബാദിലെ ഒരു പ്രധാന IT കേന്ദ്രമാണ് ഹൈടെക് സിറ്റി. മാധാപൂർ പരിസരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വിവരസാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, ബിസിനസ് എന്നിവയുടെ കേന്ദ്രമാണിത്. മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആമസോൺ തുടങ്ങിയ പ്രമുഖ കമ്പനികളെയും മറ്റ് വ്യവസായങ്ങളെയും ഉൾക്കൊള്ളുന്നു. ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ, ഓഫീസ് പാർക്കുകൾ, റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ, ഹോട്ടലുകൾ എന്നിവ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതയാണ്. കൂടാതെ റോഡ്, മെട്രോ എന്നിവയിലൂടെയും ഇത് നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹൈദരാബാദിൻ്റെ മുഖ്യ ശില്പിയായ സുൽത്താൻ ഖലി ഖത്തബ് അൽ മുൾക്കിൻ്റെ ശവകുടീരത്തിലേക്കാണ് ഇനി ഞങ്ങളുടെ യാത്ര. കുത്തുബ് ഷഹി ടോംസ്. ശവകുടീരങ്ങളാണെങ്കിലും വാസ്തുവിദ്യയുടെ അതിശയകരമായ ഉദാഹരണങ്ങളാണിത്. വിവിധങ്ങളായ ഫലവൃക്ഷ തൈകളുടെയും ഫലവൃക്ഷ മരങ്ങളുടെയും ഒരു കലവറയാണ് ഈ ഭാഗം. മാതളനാരകം, മുന്തിരി, പേര, മറ്റു ഫലവൃക്ഷങ്ങൾ എന്നിവ കൊണ്ട് മൂടി പിടിപ്പിച്ചിരിക്കുകയാണ് ഇവിടം. ചെറിയ ശവകുടീരങ്ങളുടെ ഗാലറികൾ ഒറ്റ നിലയിലാണ്, വലിയവ 2 നിലയിലാണ്. പേർഷ്യൻ ഇന്ത്യൻ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ ശൈലി. കൂർത്ത കമാനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ചതുരാകൃതിയിലുള്ള അടിത്തറയിൽ നിർമ്മിച്ച താഴികക്കുട ഘടനകളാണ് അവ. സങ്കീർണമായ കൊത്തുപണികളുള്ള കല്ലുകളിൽ നിർമ്മിച്ചതും ലാൻഡ്സ്കേപ്പ് ചെയ്തതുമായ പൂന്തോട്ടങ്ങൾ ചുറ്റപ്പെട്ടതുമായ ശവകുടീരങ്ങളാണ് ഇവ. ശവകുടീര സമുച്ചയം ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ ഭാഗമാണ്. ഫോർട്ടിഫിക്കേഷനുകൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ദേശീയ പ്രാധാന്യമുള്ളൊരു സ്മാരകം. യുനെസ്കോ ഈ സമുച്ചയത്തെ ലോക പൈതൃക സ്ഥലമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുൽത്താൻ ഖലി, ജംഷിദ് ഖലി, ഇബ്രാഹിം ഖലി എന്നിവരുടെ ശവകുടീരങ്ങളാണ് ഇതിൽ ഏറ്റവും വലുത്. ഒരിക്കൽ ഈ കാണുന്ന ശവകുടീരങ്ങളിൽ പരവതാനികൾ, ചാൻഡിലിയറുകൾ, വെള്ളിത്തൂണുകൾ, വെൽവെറ്റ് മേലാപ്പുകൾ എന്നിവ കൊണ്ട് അലങ്കരിച്ചിരുന്നു. രാജ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുടെ ശവകുടീരങ്ങളിൽ നിന്ന് രാജാക്കന്മാരുടെ ശവകുടീരങ്ങൾ വേർതിരിച്ചറിയുവാൻ അവരുടെ ശവകുടീരങ്ങളിൽ സ്വർണ്ണ ശിഖരങ്ങൾ സ്ഥാപിച്ചിരിക്കുകയുണ്ടായിട്ടുണ്ട്. ശവകുടീരങ്ങളിലെവിടെയും ജലം എത്തിക്കാനുള്ള സംവിധാനം 16-17 നൂറ്റാണ്ടുകളിൽ തന്നെ ഉണ്ടായിരുന്നു. 106 ഏക്കറോളം വിസ്തൃതിയുള്ള പ്രദേശമാണ് ഈ ശവകുടീരം. ഇത് മുഴുവനും തന്നെ പൂന്തോട്ടങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. പാർക്കിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന 9 പ്രധാന സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിനായി 2012 ടാറ്റ ട്രസ്റ്റുകൾ ആഗാഖാൻ ട്രസ്റ്റ് ഫോർ കൾച്ചറുമായി പങ്കാളിത്തം തുടങ്ങി. 16-17 നൂറ്റാണ്ടുകളിലെ ഈ പൈതൃക സ്മാരകങ്ങളെ സംരക്ഷിക്കുകയും പ്രദേശത്തിൻ്റെ സംസ്കാരത്തെയും ചരിത്രത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു പൊതു ഇടമാക്കി ഭൂപ്രകൃതിയെ മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ദർശനം. 106 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഇവിടെ കുത്തബ് ഷാഹി ഹെറിറ്റേജ് പാർക്ക്, ശവകുടീരങ്ങൾ, ശവസംസ്കാര പള്ളികൾ, ബാവോലിസ്, പടിക്കിണറുകൾ, ഹമാമുകൾ, കുളിമുറികൾ, പുരാവസ്തു അവശിഷ്ടങ്ങൾ എന്നിവ ഉൾപ്പെടെ 70-ലധികം ഘടനകളുടെ ഒരു അതുല്യമായ കൂട്ടമുണ്ട്. വീണ്ടും ഹൈദരാബാദ് നഗരത്തിൻ്റെ തിരക്കുകളിലേക്ക്. ഗവൺമെൻറ് സിറ്റി കോളേജ് ഹൈദരാബാദ് ആണ് ഇവിടെ കാണുന്നത്. ഘാൻസി ബസാർ റോഡിലെ ഹൈക്കോടതി റോഡിലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്.
ഹൈദരാബാദിലെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റാണ് മുമ്പിൽ കാണുന്നത്. ഖാൻസി ബസാർ. പലതരത്തിലുള്ള ആടുകളും മാടുകളും കന്നുകാലികളും മറ്റ് വിഭവങ്ങളുമാണ് ഇവിടുത്തെ പ്രധാന കച്ചവടം. കൂട്ടം കൂട്ടമായി പോകുന്ന ആടുകളുടെ ഒരു നീണ്ട നിര നമുക്ക് ഇവിടെ കാണാം. ഹൈദരാബാദിൻ്റെ പ്രതീകമായ ചാർമിനാറിലേക്കാണ് ഇനിയുള്ള യാത്ര. ഹൈദരാബാദിൻ്റെ ലാൻഡ്മാർക്കായ ചാർമിനാർ നഗരത്തിൻ്റെ സമ്പന്നമായ ചരിത്രവും സാംസ്കാരിക പൈതൃകവും ഉൾക്കൊള്ളുന്ന ഒരു നല്ല സന്ദർശന സ്ഥലമാണ്. 1591 കുത്തബ് ഷാഹി രാജവംശത്തിലെ 5ാമത്തെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ഖലി കുത്തബ് ഷാ നിർമ്മിച്ച ഈ മനോഹരമായ ഘടന പേർഷ്യൻ ഇന്ത്യൻ ശൈലികൾ സംയോജിപ്പിച്ച് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ അതിശയകരമായ ഉദാഹരണമാണ്. ഹൈദരാബാദിലെ പ്ലേഗ് നിർമ്മാർജ്ജനത്തിൻ്റെ സ്മരണയ്ക്കായാണ് ചാർമിനാർ നിർമ്മിച്ചത്. ഉറുദുവിൽ 4 മിനാരങ്ങൾ എന്ന അർത്ഥം വരുന്ന അതിൻ്റെ പേര് അതിൻ്റെ 4 ഉയർന്ന തൂണുകളെയാണ് സൂചിപ്പിക്കുന്നത്. നഗരത്തിൻ്റെ അടിത്തറയെ അടയാളപ്പെടുത്തുന്നതിനും സുൽത്താൻ്റെ ഭാര്യയ്ക്കുള്ള ആദരസൂചകമായും ഈ സ്മാരകം നിർമ്മിച്ചതായും വിശ്വസിക്കപ്പെടുന്നു. ഓരോ മിനാരത്തിൻ്റെയും മുകളിലേക്ക് പോകാനും ചുറ്റുഗോവണികളുണ്ട്. അത് ഇടുങ്ങിയ സ്ഥലമായതുകൊണ്ട് കയറുവാൻ അല്പം ബുദ്ധിമുട്ട് പിടിച്ച സ്ഥലമാണ്. ശ്വാസം മുട്ടുള്ളവർക്കോ അല്ലെങ്കിൽ കയറ്റം കയറാൻ ബുദ്ധിമുട്ടുള്ളവരോ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. വൃത്തിഹീനമായി കിടക്കുന്ന ഈ ഇടനാഴികൾ ഇതുപോലുള്ള അസുഖമുള്ളവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടെ വന്ന ഭാര്യ നേരെ തിരിച്ചിറങ്ങിപ്പോയി. ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ഇടനാഴികളിൽ കൂടി വളരെ ബുദ്ധിമുട്ടി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് നഗരത്തിൻ്റെ കാഴ്ചകൾ വളരെ മനോഹരമായി കാണാവുന്നതാണ്. ഓരോ വശത്തും 20 മീറ്റർ വിസ്തീർണമുള്ള ഈ ചതുരാകൃതിയിലുള്ള ഘടനയിൽ 4 വലിയ കമാനങ്ങൾ, 4 മിനാരങ്ങൾ, മുകളിലത്തെ നിലയിൽ ഒരു പള്ളി എന്നിവയുണ്ട്. 56 മീറ്റർ ഉയരമുള്ള മിനാരങ്ങൾ സങ്കീർണമായ കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്നു. നഗരത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം. ചാർമിനാർ ചുണ്ണാമ്പുകല്ല്, ഗ്രാനൈറ്റ്, മോർട്ടാർ എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ രൂപകൽപ്പന ഷിയ ടാസിയകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ചതാണ്. ചാർമിനാറിന് ചുറ്റും ലാഡ് ബസാർ എന്നൊരു മാർക്കറ്റുണ്ട്. ആഭരണങ്ങൾക്ക്, പ്രത്യേകിച്ച് കുപ്പിവളകൾക്ക് പേരുകേട്ട സ്ഥലമാണിത്. സമീപത്തുള്ള പത്തർഘട്ടി ബോളിവാർഡ് മുത്തുകൾക്ക് പേരുകേട്ട ഒരു പ്രധാന ബിസിനസ് തെരുവ് കൂടിയാണിത്. അതിൻ്റെ പ്രതാപകാലത്ത് ചാർമിനാർ മാർക്കറ്റിൽ ഏകദേശം 14,000 കടകളുണ്ടായിരുന്നു. പരമ്പരാഗത കരകൗശല വസ്തുക്കളും ഷോപ്പിംഗ് ആനന്ദങ്ങളും നിറഞ്ഞ ഒരു സജീവമായ വിപണിയാണ് ലാദ് ബസാർ. ലാദ് ബസാറിനെ കൂടാതെ ചാർമിനാർ ഭാഗത്ത് കാണുന്ന മറ്റ് ആകർഷണങ്ങളാണ് മുഹമ്മദ് ഖലി കുത്തബ് ഷാ കമ്മീഷൻ ചെയ്ത ഒരു മഹത്തായ പള്ളിയായ മക്ക മസ്ജിദ്. ചാർമിനാറിൽ നിന്ന് പോകുന്ന 4 വശത്തേക്കും പോകുന്ന റോഡിൽ കാണുന്ന ചാർ കമാൻ, ഗുൽസാർ ഹൗസ്, അങ്ങനെയുള്ള ചരിത്രപരമായ കമാനങ്ങളും ഒരു ജലധാരയും മറ്റൊരാകർഷണമാണ്. ചാർമിനാറിൽ ഹൈദരാബാദിൻ്റെ സമ്പന്നമായ ചരിത്രം, അതിശയിപ്പിക്കുന്ന വാസ്തുവിദ്യ, ഉജ്ജ്വലമായ സംസ്കാരം എന്നിവ അനുഭവിക്കാം. ഇനി ഗോവണി തിരിച്ചിറങ്ങലിൻ്റെ സമയമാണ്. ചാർമിനാറിൻ്റെ മുറ്റത്ത് നിന്ന് 1-2 ഫോട്ടോകളും കൂടിയെടുത്ത് ഞങ്ങൾ മടങ്ങി. Like what?
ഇനി സലാർജംഗ് മ്യൂസിയത്തിലേക്കാണ് യാത്ര. അതിൻ്റെ വീഡിയോ പ്രത്യേകമായിട്ട് പിന്നീട് ഇടുന്നതാണ്. ഇത് ഈ കാണുന്നത് ഒരു ഫ്രൂട്ട്സ് മാർക്കറ്റാണ്. വിദേശ ഇനത്തിൽപ്പെട്ടതും സ്വദേശ ഇനത്തിൽപ്പെട്ടതുമായ വിവിധങ്ങളായ പഴവർഗ്ഗങ്ങൾ ഇവിടെ ലഭിക്കും. ഫ്രൂട്ട്സ് മാർക്കറ്റ് പിന്നിട്ട് ഞങ്ങൾ ചെന്നെത്തിയത് തെലങ്കാനയുടെ സെക്രട്ടേറിയറ്റിലേക്കാണ്. ഡോക്ടർ BR അംബേദ്കർ തെലങ്കാന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത്. 265 അടി ഉയരവും 8.58 ലക്ഷം ചതുരശ്ര അടിയും ഉള്ള ഈ സെക്രട്ടേറിയറ്റ് 27.9 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നു. 560 കാറുകൾക്കും 700 ഇരുചക്ര വാഹനങ്ങൾക്കും പാർക്ക് ചെയ്യാവുന്ന ഇടമുണ്ട് ഇതിന്. ഇതിനോടടുത്താണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡോക്ടർ അംബേദ്കർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. 175 അടി ഉയരമുള്ള ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് 360 ടൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടും 114 ടൺ വെങ്കലം കൊണ്ടുമാണ്. ഇന്ത്യയിലെ 5ാമത്തെ ഉയരം കൂടിയ പ്രതിമയാണ് ഈ കാണുന്നത്. അമരവീരുര സ്തൂപം, അമർ ജ്യോതി എന്നും അറിയപ്പെടുന്ന തെലങ്കാന രക്തസാക്ഷി സ്മാരകമാണ് ഈ കാണുന്നത്. 1969 പ്രത്യേക തെലങ്കാന സംസ്ഥാനത്തിനായുള്ള പ്രക്ഷോഭത്തിനിടെ മരിച്ച 369 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ സ്മാരകം. ലോകത്തെ ഏറ്റവും വലിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്മാരകമാണിത്. ഏകദേശം 177.5 കോടി ചെലവിൽ നിർമ്മിച്ചതാണിത്. വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ച ബിർള ടെമ്പിളാണ് അങ്ങ് ദൂരെ കാണുന്നത്. അമർ ജ്യോതി സ്തൂപത്തിൻ്റെ സ്റ്റെയിൻലെസ് പ്രതലത്തിലൂടെ കാണുന്ന പ്രതിബിംബം ആണ് നമുക്ക് മുന്നിൽ. ഹുസൈൻ സാഗർ ലേക്ക് 1562 ഇബ്രാഹിം ഖലി കുത്തുബ് ഷാ നിർമ്മിച്ച ഹൃദയാകൃതിയിലുള്ള ഒരു തടാകമാണ് ഹുസൈൻ സാഗർ. 1992 സ്ഥാപിച്ച ഗൗതമ ബുദ്ധൻ്റെ ഒരു വലിയ ഏകശിലാ പ്രതിമ തടാകത്തിൻ്റെ മധ്യത്തിലുണ്ട്. ഗിബ്രാൾട്ടർ പാറയിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. .7 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഇതിന്. ഇതിനോട് ചേർന്നാണ് മൂസി നദി ഒഴുകുന്നത്. തടാകത്തിലെ സ്പീഡ് ബോട്ട് സവാരിയും മറ്റ് ബോട്ട് സവാരിയും കണ്ട് തടാകക്കരയിൽ അല്പനേരം ഞങ്ങളിരുന്നു. അങ്ങകലെ തെലങ്കാന സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ പാടിക്കളിക്കുന്ന നമ്മുടെ ദേശീയ പതാക